അങ്ങനെയൊക്കെ സന്ദർശിക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി ഒരു വിലയിരുത്തൽ അച്ഛനിൽ നിന്ന് ഞങ്ങൾ ലഭിക്കുമായിരുന്നു. കാരണം ഒരു പിതാവ് എന്ന തെറ്റും ശരിയും കാട്ടിത്തരുന്ന നല്ലൊരു പിതാവ് തന്നെയായിരുന്നു പോപ്പച്ചൻ. പോപ്പച്ചന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പൂർണ്ണ ശാലയമത്തവ വിവിധ സംഘത്തിന്റെ സെക്രട്ടറി യാത്രയപ്പ് നിലവിലാണ്. ഈ യാത്രയപ്പ് ഈ സ്ഥലത്തേക്ക് വല്ല പിന്നെയോ ഒരു സ്വർഗീയ സ്ഥലത്തേക്കാണ് ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മൾ യാത്ര അയക്കുന്നത്. ആ സ്ഥലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ യാതൊരുമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ദുഃഖങ്ങളില്ലാത്ത ഒരു രാജ്യത്തിലേക്കാണ് നമ്മൾ അച്ഛനെ യാത്ര അയക്കുന്നത്. ബഹുമാനപ്പെട്ട PJ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകരായുള്ള ആദരണീയരായ കുമാർ, അതുപോലെ തന്നെ ഭവനങ്ങൾ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിച്ച് അനുശോചനം അറിയിക്കുകയും ആദരാഞ്ജലികൾക്കുകയും ചെയ്ത ആശീർവദിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ആരാധനായ മാർത്തമ പരിമിത തിരുമേനി, ധർമ്മ തിരുമേനി, പൂർവ്വ തിരുമേനി, ഇന്ന് ഭവന ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത തിരുമേനി, ഇവർക്കൊക്കെ ഗോലത്തിലെ കുടുംബത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയും കുടുംബയോഗത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ഡോക്ടർ സെക്രട്ടറി, മറ്റ് കുടുംബ യോഗത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, ഇവരൊക്കെ ഇവിടെ ഹാജരായി അച്ഛൻ്റെ ഒരുപാട് അനുഭവിക്കുകയുണ്ടായി. ഇന്ന് വിവിധ അദ്ദേഹം സേവനം ചെയ്ത മറ്റ് ഇടവുകളിൽ നിന്നും കടന്നു വന്ന പ്രതിനിധികൾ, കടന്നു വന്ന മറ്റ് ചുമതലക്കാർ സ്നേഹമായി കൂടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിനോടനുബന്ധിച്ചുള്ള ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ, സഹായിച്ച് സഹകരിച്ച എല്ലാ പേർക്കും ഞങ്ങളുടെ ഹൃദയമായ കൃതജ്ഞത ഞങ്ങൾ അറിയിക്കട്ടെ. ഇവിടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച അനുശോചനം രേഖപ്പെടുത്തിയ സാമൂഹ്യ പ്രവർത്തകർക്കും, അതുപോലെ സഹോദരി സഭകളിൽ നിന്ന് സന്ദർശിച്ച രട്ട അച്ഛന്മാർ, മറ്റ് പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഞങ്ങൾ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ധാരാളം സന്ദർശകർ ഈ അന്ത്യകർമ്മത്തിൽ സഹകരിക്കുവാൻ സമർപ്പിക്കുവാൻ ഈ പള്ളിയിൽ പരിശുദ്ധമായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ ഇടമുറിയാതെ കടന്നു വന്ന ആളുകളുടെ ബാഹുല്യം ബഹുമാനപ്പെട്ട PO സമൂഹം നൽകിയ അംഗീകാരം വളരെ വലുതായിരുന്നു എന്ന് തെളിയിക്കും. ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.
പരിശുദ്ധമായിരിക്കും സ്തുതി. നിന്റെ ഏകാനായ മുഖാന്തരം സമ്പാദിച്ചിരിക്കുന്ന നിന്റെ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും നിന്നെയും ചേർക്കേതോ കർത്താവെ വെളിപ്പോടും നിശ്ചിതയോടും നമ്മുടെ ഹൃദയത്തോടും കൂടി ശുശ്രൂഷയും ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്നെ ശുശ്രൂഷിക്കുകയും മേലിയാൽ വാങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്ന ദാസന്റെ സർവസംസ്കാര ശുശ്രൂഷ ഗുണമാക്കുന്ന ഈ സമയത്ത് അനുഗ്രഹിക്കുകയും ആശ്വസിക്കുകയും ചെയ്യണമേ. ലോകത്തിലെ സകലാനിവാസികളെ ഒന്നിച്ചേർക്കൊള്ളുവിൻ. ബഹുമാനത്തോടിരിക്കുന്ന മനുഷ്യൻ നിർന്നില്ല. അവൻ തന്റെ പിതാക്കന്മാരെ തലമുറയ്ക്ക് പോകും. അവൻ ഒരു നാളും പ്രകാശത്തെ കാണുകയില്ല. മനുഷ്യൻ വേഷത്തിൽ നടക്കുന്നു സത്യം. അവൻ വ്യർത്ഥമായി സഞ്ചരിക്കുന്നു സത്യം. അവൻ സമ്പത്തുകളെ കൂട്ടുന്നു, എങ്കിലും ആര് അവയെ ചേർത്തുള്ളൂന്ന് അറിയുന്നില്ല. എന്നാൽ ഇതുവരെയും നാം കർത്താവിനെ വാഴ്ത്തും. കർത്താവിനെ സ്തുതിപ്പീൻ. ദൈവമേ സ്തുതിക്കുമാകുന്നു. മഹത്വത്തിന്റെ രാജാവായ മശിഹായ കാലാവസാനത്തിൽ സൃഷ്ടികളെ വിധിപ്പാൻ വരുന്നു. നീതിമാന്മാരും ദുഷ്ടന്മാരുമായ ഇരുകൂട്ടരും ന്യായ സ്ഥലത്ത് വെച്ച് അട്ടഹസിക്കും. പരിശുദ്ധന്മാരും പുണ്യവാന്മാരും രാജാവിന്റെ പ്രത്യക്ഷതയിൽ സന്തോഷിക്കുന്നു. സഭാതിന്റെ സന്താനങ്ങളോടുകൂടെ സത്യഗതിയുമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ പരിശുദ്ധമായും കൊണ്ടിട്ട് വന്നിരിക്കുന്നു. ബഹുമാനോദരമുണ്ടായിരിക്കട്ടെ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ സകല അസുഖങ്ങളെ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. നിന്റെ സകല നീതിയെയും അവൻ നിന്നോട് ക്ഷമിക്കുന്നു. നിന്റെ സകല വേദനകളെയും അവൻ സൗഖ്യമാക്കുന്നു. തന്റെ ബഹുമാനത്തിന്റെ സേവയ്ക്കും ജീവകരവും രക്ഷാകരവുമായ നല്ലതിക്ക് നന്മത്തിന്റെ ശുശ്രൂഷയ്ക്കും വന്യങ്ങളായ നല്ല ദൈവരഹസ്യങ്ങളുടെ ഗ്രഹയായിരിക്കുമായി മണ്ണേരുമായ മനുഷ്യരെ തിരഞ്ഞെടുക്കുകയും ഉന്നതരായ മലഹമാക്കുകയും നോക്കിക്കാണുവാൻ കാക്ഷിക്കുന്നതുമായ ദിവ്യരഹസ്യങ്ങളുടെ അവസ്ഥാനങ്ങളെ പ്രകടിപ്പിക്കാൻ തിരുമസാകുകയും ചെയ്തവരും ഐക്യവാന്മാരും ആത്മാന്മാരുമായ അനേകായിരങ്ങളുടെ സ്തുതികളിലും ശുശ്രൂഷകളിലും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷകളിലും ആരാധനകളിലും അധികം പ്രിയപ്പെടുന്നവരുമായ ദിവ്യരഹസ്യങ്ങളും സാക്ഷാൽ നിത്യപ്രഭുതരും ഞാൻ എവിടെയായിരിക്കുമോ അവിടെ എന്റെ ശുശ്രൂഷക്കാരിയിരിക്കുമെന്ന അരുളിച്ചേരുവനുമായ തന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആവശ്യത്തെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും
നിന്റെ ശുശ്രൂഷയ്ക്കും പട്ടക്കാരെയും നിയമിച്ചു. നിന്നെ നമ്പരണം കൊണ്ട് അവരെ നീ നിറച്ചു, അവരെ നീ ബഹുമാനിച്ചു, ശ്രേഷ്ഠതപ്പെടുത്തി സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ ജാലന്മാരാക്കി. നിന്റെ രക്തകാശിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനായിട്ട് ഇടയന്മാരായി അവരെ നീ വിളിച്ചാക്കി. സത്യത്തിന്റെ വചനത്തെ നേരായി ഭാവിച്ചു കൊടുക്കാനും നിന്റെ ആട്ടിൻകൂട്ടത്തിന് സകലത്തിലും ഉത്തമ ദൃഷ്ടാന്തക്കാരായിരിക്കാനും നിന്റെ വിശുദ്ധ രൂപയാൽ അവരെ നീ അഭിഷേകം ചെയ്തു. അവരെ വിശ്വസ്തം നേടി നിന്റെ ജനത്തെ അവരെ നീ ഭരമേൽപ്പിച്ചു. കർത്താവേ, നിന്റെ വർഗത്തോടുള്ള നിന്റെ കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. ഇപ്പോഴും കർത്താവേ, ഇവിടെയുള്ള സഭയിൽ നിന്ന് വാങ്ങിപ്പോവുകയും അരിഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്തിരിക്കുന്ന നിന്റെ കർത്തൃത്വത്തിന്റെ ശുശ്രൂഷക്കാരൻ ഞങ്ങളുടെ സഹോദരനുമായ നിന്റെ ദാസന്റെ ശുശ്രൂഷയുടെ നേരത്ത് അവന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഏകപുത്രന്റെ രക്തത്താൽ കഴുകപ്പെട്ടു അവന്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ടും കൊണ്ട് നിന്റെ മുമ്പാകെ തന്റെ ആത്മാവിന്റെ കഴുത്തിനെ കുനിക്കുകയും തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്റെ ദിവ്യജ്ഞാനത്തിൽ നിന്നുള്ളതിനാൽ പലരെയും പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവനെ പുറമേയുള്ള കാര്യത്തിൽ വസിപ്പാൻ നീ കൈവിടുകയില്ലെന്നും ജീവന്റെയും രക്ഷയുടെയും വചനങ്ങളെ ഘോഷിക്കുകയും വിശുദ്ധാത്മാവിന്റെ ദിവസങ്ങളെ പാടുകയും ചെയ്തിട്ടുള്ള ഇവന്റെ നാമനെ മകവാക്കുകയെന്നും നിന്റെ വിശുദ്ധ ശരീരരക്തങ്ങളെ ഭാവിച്ചു കൊടുത്തിട്ടുള്ള ഇവന്റെ കൃതജ്ഞതകളാൽ ബന്ധിക്കില്ലെന്നും നിന്റെ വിശുദ്ധ ചവിട്ടിട്ടുള്ള ഇവന്റെ കാലുകൾ തീക്കനലിനെ ചവിട്ടുന്നതിനിടയാക്കിയല്ലെന്നും നിന്റെ മറപ്പുകളെ ഗ്രഹിക്കുകയും നിന്റെ ദിവസങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുള്ള എന്റെ ദാസനെ നിത്യാഗ്നിയിലെ വേദനകൾക്കും കരച്ചിലിനും നെടുവീർപ്പുകൾക്കും നീ വിട്ടുകൊടുക്കില്ലെന്നും എന്നാലോ നിന്റെ ജീവനങ്ങളുടെ സത്യത്തിൻ പ്രകാരം നാശത്തിലും അപമാനത്തിലും ഗ്രഹിക്കപ്പെടുന്ന ഈ ശരീരത്തെ മരണമില്ലാത്തതും നാശമില്ലാത്തതുമായ ശരീരമായി രൂപാന്തരപ്പെടുത്തി ഉയർപ്പിക്കുകയും നിന്റെ വിശ്വസ്തദാസന്മാരോടും ഉത്തമ കലവറക്കാരോടും കൂടെ വിശ്വാസമായി പരമേറ്റുള്ള താരന്തുകളെ ലാഭത്തോടുകൂടെ സന്ധ്യ സമർപ്പിക്കുമെന്നും അവിടെയുള്ള സന്തോഷത്തിനും നിത്യ പ്രമോദങ്ങൾക്കും അവകാശിയായിരിക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ജീവനോട് ശേഷിച്ചിരിക്കുന്നവരായ നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങൾ 4 വിരൽ നീളം മാത്രമുള്ള ഞങ്ങളുടെ ആയുസ്സെയും മാഞ്ഞു പോകുന്ന പൊയ്ക്ക് തുല്യമായിരിക്കുന്ന ഞങ്ങളുടെ ജീവന്റെ അനിശ്ചിതാവസ്ഥയും എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ട് രാവും പകലും ഉണർവോടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളുടെ ശുശ്രൂഷയെ നിർവഹിയായി വർത്തിപ്പാനും ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ഞങ്ങളുടെ വിചാരണയിൽ പരിമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ആട്ടിൻകൂട്ടത്തെയും നിന്റെ ജീവനുള്ള വചനത്താൽ പോഷിപ്പിക്കുന്നതിലും ആട്ടിൻകൂട്ടത്തെ ചിഹ്നിക്കുന്ന കുടിചെന്നായിക്കളാകുന്ന കടോപദേശാക്കളുടെ ചതിപ്രയോഗത്തിൽ നിന്നും വഞ്ചനകളിൽ നിന്നും അവയെ സൂക്ഷിക്കുന്നതിലും ഉത്സാഹമുള്ളവരായിരുന്ന ശിവന്റെ വഴിയിലൂടെ അതിനെ നടത്തിക്കൊണ്ടുപോകുവാനും നാശവഴിയോട് അനേകർക്ക് നിന്റെ രക്ഷയുടെ സുവിശേഷത്തെ സ്നേഹപൂർവ്വം സുവിശേഷിക്കുവാനും ഞങ്ങളെയും സഭയിലെ എല്ലാ ശുശ്രൂഷക്കാരെയും ജാഗ്രതയും വിശ്വസ്തയും ഉള്ളവരാക്കി തീർക്കണമേ. ജയം പ്രാപിച്ചവരുടെ സ്വർഗീയ സഭയിലെയും ശുശ്രൂഷാ സ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളാരും ഇതരന്മാരായി കാണപ്പെടരുതേ. നിന്റെ കരുണയാൽ ഞങ്ങളെ കടാക്ഷിച്ച് നിന്റെ മഹാശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് ഞങ്ങളെ അർഹരാക്കിയയാകപ്പെടത്തിന്മേൽ ഞങ്ങൾ അർപ്പിക്കുമാറാകണമേ. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘത്തിൽ ചേർന്ന് അവരോട് കൂടെ ആത്മീക ഗാനങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും സർവകാലവും കരേറ്റുകയും ചെയ്യുവാൻ